ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഇഫ്താറിന് സ്നാക്കായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കന് പുഴുങ്ങി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേറെ മസാലാസൊന്നും അതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും തന്നെ മതി. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാളയാണ്, ഒരു വലിയ സവാളയാണ്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയം നമ്മുടെ വെജിറ്റബിളിലേക്ക്, അതായത് ക്യാരറ്റിനും ക്യാബേജിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ. ഇനി ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 4 ടീസ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് വെജിറ്റബിളിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ 4 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സ് ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ഇതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. അത് നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളം വേണമെങ്കിൽ മാത്രം തളിച്ച് കൊടുത്തൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. വെള്ളം തളിക്കുകയാണെങ്കിൽ ഒത്തിരി കുതിർന്നൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീസിന് നിങ്ങളുടെ കയ്യിൽ സ്ലൈസ്ഡ് ചീസാണെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇനി ചീസൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ശ്രദ്ധിച്ച് പൊട്ടിപ്പോകാതെ ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ തൊട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, പൊട്ടിപ്പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ. ഇനി ഇതുപോലെ എല്ലാം റോൾ ചെയ്തിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. വേറെ എഗ്ഗിൻ്റെ ഡിബിൽ മുക്കോ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ വേറെ കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിൽ ഫില്ലിങ് വേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്രെഡും കൂടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, കരിഞ്ഞു പോകാതെ. അപ്പോൾ കണ്ടോ, നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി. ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതൊരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ.